എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണ്. അപ്പൊ നമ്മുടെ പുതിയ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അടിപൊളിയാണോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ തന്നെ പറയണം കേട്ടോ. അപ്പൊ അതേ നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പണിയൊക്കെ നടക്കണോണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റണ്ടായില്ലെന്ന്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് ഇങ്ങനെ തിരക്കൊക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ പണിയൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് തക്കു പണി, എവിടെയാണ്, കിച്ചണിലല്ല കേട്ടോ. അപ്പൊ ഞാൻ വലിയ സർപ്രൈസ് ആയിട്ടൊന്നും ഇനി അങ്ങനെ വെച്ചോണ്ടിരിക്കുകയല്ല. 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എല്ലാവരെയും കാണിച്ചു തരാം. അപ്പൊ ഞാനും കാത്തിരിക്കുകയാണ് എന്താവും എങ്ങനെയാവും എന്നൊക്കെ. അപ്പൊ ദേ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോണേണ്. സുധപ്പനാണെങ്കിൽ അവിടെ പഠിക്കണേണ്, പരീക്ഷയാണല്ലോ. അപ്പൊ ദേ പഠിക്കണുണ്ട് ആളവിടെ. ആളിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് രാവിലെ തന്നെ വേഗം നമുക്ക് അടുക്കളയിൽ തുടങ്ങണേക്ക് മുമ്പ് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്ന് കരുതിക്കൊണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ചില്ലറ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് എന്തായാലും അവർ വരുമ്പോൾ ഡ്രില്ല് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റൂല. അപ്പൊ അത് കാര്യങ്ങളൊക്കെ എല്ലാം നേരത്തെ എഴുന്നേറ്റ് ചെയ്തൊക്കെ വെച്ച് അങ്ങനെ ദേ നമ്മൾ ഇന്നലെ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് അമ്പലത്തിലൊക്കെ പോണ കാരണം നേരത്തെ തന്നെ തലേ ദിവസം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ചോറല്ല, നമ്മുടെ കലത്തിൽ ഇഡലിയാണിന്ന്. അപ്പം ഇഡലിയും നമ്മളൊരു ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. നമ്മൾ ചേട്ടന്മാർക്ക് ചായ കൊടുക്കണമല്ലോ. അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ട് അവർക്കൊരു 10:30 ആകുമ്പോൾ മതി. നമുക്ക് സുധപ്പനെ വിടാനുള്ള പരിപാടികളൊക്കെ അമ്പലത്തിൽ പോയി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. ഞാൻ സുധുവിനെ കാണിച്ചു തരാട്ടോ. അപ്പതേ സുധപ്പനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. ഇന്ന് ഹിന്ദി മലയാളവുമാണ് കേട്ടോ. കഴിഞ്ഞത് സംസ്കൃതം ഒരുന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട. അവൻ കേൾക്കാതെ പറയണം. പ്രതീക്ഷ ഒന്നും വെക്കേണ്ട വരൂല. കാരണം റിവിഷനൊന്നും ഉണ്ടായിരുന്നില്ല, ക്ലാസ് ഉണ്ടായില്ല, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അല്ല, പരീക്ഷ ഒരു ചെറിയ ഭാഗം മാത്രം. അതിലും വലിയ കാര്യങ്ങളായിരുന്നല്ല, മഴയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ല. അപ്പം അവൻ പറ്റുന്നത് ചെയ്തിട്ടെ അങ്ങനെ തന്നെ. അത് അവൻ കേൾക്കാതെ പറയണം. അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ ആ ഗ്യാപ്പിൽ ഗോളടിക്കാൻ നോക്കും. എനിക്ക് അത്രയും പറ്റുള്ളൂ അമ്മേ എന്ന് പറയും. അങ്ങനെ സുനിച്ചേട്ടനാണെങ്കിൽ ഇല്ലാട്ടോ. സുനിച്ചേട്ടൻ ഇന്നലെ പോയി. അപ്പം എന്തായാലും ഞാൻ വേഗം തന്നെ സുധപ്പനെയും കാണിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാം. അതല്ലെങ്കിൽ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ട് നമുക്ക് സുധപ്പനെ കാണാം. പിന്നത്തെ ഒരു ദിവസം നമുക്ക് വിശേഷങ്ങളിലോട്ട് പോയാലോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചോറ് അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. ചോറ് വെച്ച് പിന്നെ സുധുവിനാണെങ്കിൽ ഇന്ന് ഇഡലി വേണ്ട, ചോറും ഉണ്ടാവും മതി എന്ന് പറഞ്ഞ കാരണം പിന്നെ വേഗം തന്നെ ചോറാക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഡലിയും ചമ്മന്തിയും കൊടുത്ത് വിടാന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി റൂം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ഈ റൂമിലേക്ക് അങ്ങനെ അധികം ഞാൻ കയറാറില്ല. രാത്രി കിടക്കുന്ന സമയത്തും പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രമാണ് കയറാറ്. ബാക്കി നമ്മൾ ഹാളിലേക്കാണ്. ജോലി നിർത്തിയതിന് ശേഷം അങ്ങനെ ഉണ്ടോ ചെയ്യാറ്. പക്ഷേ നമ്മുടെ ഇപ്പൊ വീടിന്റെ പണി തുടങ്ങിയതിന് ശേഷം ഈ മുറിയാണ് ഇപ്പൊ എന്റെ ലോകം. കാരണം ഈ മുറിയിലാണ് ഞാൻ കൂടുതൽ സമയം ഇരിക്കണത്. കാരണം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ അങ്ങനെ പോക്ക് അങ്ങനെ അങ്ങാടൊന്നും പോകാറില്ല. ഹാളില് ടേബിളിന്റെ സൈഡാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സ്ഥലം. അവിടെ താഴെ കിടക്കാന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഇപ്പൊ അങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത കാരണം ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ലോകം. അപ്പൊ ആദ്യം ലോകം വൃത്തിയാക്കിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു സ്പേസ് വൃത്തിയാക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് പോയിട്ട് മുറ്റമൊക്കെ അടിക്കാന്ന് കരുതി. അപ്പൊ ഞാൻ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കാൻ കരുതിയിട്ട്. അപ്പൊ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയില് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് തക്കുങ്ങിന് 2 ബെഡ്ഷീറ്റ് ഇങ്ങനെ ഇടണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മളൊരു നല്ല ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ തന്നെ വേറൊരു ബെഡ്ഷീറ്റും കൂടി ഇടും. കാരണം നമ്മൾ പെട്ടെന്നൊന്ന് ഒരു ചെറിയ വിശപ്പ് എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് മുകളിൽ വരുന്ന ബെഡ്ഷീറ്റിലെല്ലാം ആവുള്ളൂ. നമ്മൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ഷീറ്റ് മാറ്റണത്. അപ്പൊ പിന്നെ ആ മുഷി പെട്ടെന്ന് മാറ്റാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും ഈ മുകളിലത്തെ ടോപ്പ് എടുത്ത് മാറ്റിയാൽ മതിയല്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്താണ് ഇങ്ങനെ 2 ബെഡ്ഷീറ്റ് ഇടണേന്ന് എന്നോട് മുന്നത്തെ വീഡിയോ ചോദിച്ചപ്പോൾ അപ്പൊ ഞാൻ ഓർത്ത് അതെന്തായാലും ഇപ്പൊ പറയാന്ന്. പിന്നെ എല്ലാവരുടെ ഓണമൊക്കെ ഇവിടം വരെയായി. ഓണം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, കിടുക്കാച്ചയായിട്ട് നടക്കണുണ്ടാ. പിന്നെ ഞങ്ങളിവിടെ ഓണം ഫോട്ടോഷൂട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഇതുവരെ എന്ന് വെച്ചാൽ നമ്മള് കൊണ്ടാട്ടത്തിലാണെങ്കിലും ചിരിച്ചിലാണെങ്കിലും നമ്മൾ 2 കൂട്ടരും അങ്ങനെ ഓണം വരുമ്പോ എവിടെ നിന്നില്ലാത്ത തിരക്കായിരിക്കുള്ളൂ. അത് ചെയ്യണം. ഞാനും ശ്രുതി കൂടി ഇപ്പൊ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യും നമുക്ക് ചെയ്യണമെന്ന്. അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ തിരക്കായത്. എന്തായാലും ഒരു ഫോട്ടോ എങ്കിലും ഓണം ഫോട്ടോഷൂട്ട് പോലെ അന്നത്തെ ദിവസം നമ്മൾ ഫോട്ടോ എടുക്കട്ടെ. അല്ലാതെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊന്നും ഇല്ല. റീലൊക്കെ എല്ലാവരെയും കാണുന്നുണ്ട്. എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഓണമൊക്കെ എല്ലാവരും നല്ലതായിട്ട് ഭംഗിയായിട്ട് എല്ലാവർക്കും അടിച്ചു പൊളിക്കാനൊക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇനി സമയം കളയണ്ട, നമുക്ക് വേഗം ഇത് ക്ലീൻ ആക്കി ഇത് വിരിച്ചൊക്കെ ഇട്ടിട്ട് പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ നോക്കാം.
അപ്പത്തേ ഞാനും വന്നിട്ടുണ്ട് കേട്ടാ. ഞാനും വന്ന് ഇതേ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എക്സാമായിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ മറ്റന്നാളും ഇല്ല, എക്സാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി അമ്പലത്തിൽ പോകണം. അതിൻ്റെ അമ്മ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പോൾ അതേ ഞാനിവിടെ അടുക്കളയിൽ വന്നപ്പോഴാണ് അമ്മ കൊണ്ടുപോകാനും കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടും വരാം. അത് കഴിഞ്ഞിട്ട് വേണം ഈ കുപ്പികളൊക്കെ ഒന്ന് നിറച്ച് വെക്കാൻ കേട്ടാ. പണിക്കാരൻ ചേട്ടന്മാർക്ക് വെള്ളം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കാണാം. അതേ അമ്മയുടെ ചോറും പാത്രമൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൽ മാവ്, ഇടിയിലേക്കുള്ള മാവ്, ഇതിൽ ചമ്മന്തി ആയിട്ടാ ഇരിക്കണത്. പിന്നെ അതേ ചോറ് പൊള്ളുന്നുണ്ട്. അതേ മീൻ വറുത്തത്, ഇതൊക്കെ കൊണ്ടുപോകാനാട്ടാ. മീൻ കറി, ഇത്രയും കാര്യങ്ങളാണ് അമ്മയുടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അതേ ഇവിടെ ഇഡ്ഡലി ആയി കഴിഞ്ഞ് ഒന്ന് ആവി പോകാൻ വേണ്ടി വെച്ചേക്കണേ. ഇത്രയും കാര്യങ്ങളാണ് അമ്മ എനിക്ക് കൊണ്ടുപോകാനും കഴിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ കേട്ടാ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ വന്നപ്പോഴേക്കും നമ്മുടെ സുതപ്പം വെള്ളം കുപ്പിയൊക്കെ നിറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോയത് വെള്ളം കുപ്പി നിറച്ച് വെച്ചേക്കണമെന്ന്. പക്ഷേ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൾ വേഗം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി വന്നിട്ട് ചെയ്യാമെന്ന് കരുതിയെങ്കിലും ഞാൻ പുറത്ത് വേണ്ട, പോയി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. അമ്പലത്തിൽ പോകുമ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്കൊരു സമാധാനം ഒരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് വേഗം ജോലിയൊക്കെ വേഗം തീർത്തിട്ട് ദേ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ നല്ല മഴക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം കോട്ടൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞ്. ആളാണെങ്കിൽ എനിക്ക് ഇപ്പം ഇങ്ങനെ വണ്ടി ഇങ്ങനെ തിരിച്ച് വെച്ച് തരും കേട്ടോ, എടുക്കാൻ വേണ്ടിയിട്ട് തള്ളി ഇങ്ങനെ സെറ്റാക്കി തരും. പിന്നെ അതേ നമ്മൾ അമ്പലത്തിലെത്തി. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് സുനിച്ചേട്ടൻ ജനിച്ച ദിവസവും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ആണ് നമ്മൾ പണിയുടെ ഇടയ്ക്ക് കൂടി നമുക്ക് വേഗം ഒന്ന് അമ്പലത്തിൽ വരണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ അമ്പലത്തിലൊക്കെ വന്നിന് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പ്രസാദവും കഴിക്കുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ക്യാമറയുടെ പുറകിൽ ഒരുത്തൻ കോക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതേ കോക്കറി കാണിക്കണ വേറെ ഒന്നുമല്ല, ഞാനിപ്പോ 2-3 പ്രാവശ്യം ടേക്ക് ഇങ്ങനെ എടുത്ത് ഒരു പ്രാവശ്യം എടുക്കും, തെറ്റിപ്പോവും. അപ്പൊ എന്നോട് എനിക്ക് തിരിച്ചു വേണം. ഒറ്റ ടേക്കിലൊക്കെ ശരിയാക്കിയിരുന്ന ആള് ഇപ്പൊ 4-5 ടേക്ക് എടുത്താലേ ശരിയാക്കുന്നുള്ളൂ. അതെ, അപ്പൊ അതിനാണ് എന്നെ കളിയാക്കണത്. ഇപ്പൊ ശരിയാവൂല. ഇവനവിടെ നിന്ന് എന്തെങ്കിലും കാണിക്കും. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോ വരൂല. എന്നിട്ട് ഇങ്ങനെ കുറെ സമയം കുറെ ടേക്ക് എടുക്കേണ്ടി വരും. അപ്പൊ കേക്ക് എടുക്കാനായിട്ട് ഇത് എന്താ സംഭവം. അങ്ങനെ ഞങ്ങള് ഇനി സുതപ്പർ റെഡി ആയിട്ട് സുധുവിന് പോകാനൊക്കെ സമയമായിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുക്കളയില എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ കുളിക്കാൻ പോയ സമയത്ത് അമ്മ എന്നേക്കുമ്പോ നമുക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണണം എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾ ഇപ്പൊ എല്ലാരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇനി ബാക്കി നമുക്ക് ചായയൊക്കെ കുടിക്കുമ്പോ കാണാം അല്ലേ? ചോറൊക്കെ പാക്ക് ചെയ്യണം, നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഞാനാണ് പാക്ക് ചെയ്യണം. ഞാൻ ഇപ്പൊ 2-3 ദിവസമായിട്ട് എന്നെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കാറില്ല. എന്താന്ന് വെച്ചാൽ കൂടുതലാണ്. അപ്പൊ ഞാൻ തന്നെ പാക്ക് ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചെല്ലോട്ട് അറിയാത്ത. അപ്പൊ എന്തായാലും സമയങ്ങളെല്ലാം പോയി റെഡി ആയിട്ട് വാച്ചേക്കാം. സുധു അങ്ങനെ ദേ ഭക്ഷണമൊക്കെ കഴിച്ച് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് 2 നേരം പരീക്ഷ ഉള്ളതുകൊണ്ട് അതല്ലെങ്കിൽ ഉച്ചക്ക് വരും കേട്ടോ ആള്. അപ്പോൾ ദേ എനിക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പണിക്കാരൻ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആള് പോണ നേരമാകുമ്പോഴേക്കും ഇവരും ഉണ്ടാവും കേട്ടോ പോണ കാണാനായിട്ട്. അവൻ പോയതിന് ശേഷമാണ് പിന്നെ അവരകത്തേക്ക് കയറി പണിയൊക്കെ തുടങ്ങാറ്. 8:30 അവർ വരുവേ. അപ്പോൾ ദേ ഞാൻ ചമ്മന്തിയും ഇഡ്ഡലിയൊക്കെ മാത്രം ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇഡ്ഡലി എനിക്ക് അത്ര സോഫ്റ്റായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇഡ്ഡലി കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല, സാമ്പാറും കൂടി ആക്കാമെന്ന് കരുതി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ നന്നായിട്ട് പഠിച്ച പോലെ എനിക്ക് നല്ല എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ സാമ്പാറും അങ്ങോട്ട് സെറ്റാക്കാമെന്ന് കരുതിയിട്ടുണ്ട്. പിന്നെ അതേ എനിക്ക് കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കൂടുതലും വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിൽ മിഷ്യത്തിലിടാതെ തിരിക്കാൻ നോക്കാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്കങ്ങനെ അലക്കി വിരിക്കാനായിട്ട് അങ്ങനെ അധികം സ്ഥലമില്ല. പൊടി പെറുക്കണ കാരണം നമ്മൾ പുറകിൽ കൊണ്ടുവന്ന് വേഗം തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ വേഗം തന്നെ ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതേ വിഷയത്തിൽ നിന്ന് തുണിയൊക്കെ ഞാൻ അങ്ങോട്ട് പെറുക്കി ഇടാനായിട്ട് നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടി വേറൊരു പണിക്കാരൻ ചേട്ടൻ വന്നായിരുന്നു. കുറച്ച് നേരം അങ്ങാടും പോയി. പിന്നെ നമുക്കിവിടെ തോടിന് ചുറ്റും നമുക്കിങ്ങനെ നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാർ പണിയണുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് സമയം അവരോട് വർത്താനം പറഞ്ഞേക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് കാണാം അവരിനി അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലും കയറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ സമയം അവരോടൊക്കെ വർത്താനവും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമുക്കൊരു 10:45 ആയി. ഇനിയിപ്പോൾ നമുക്ക് ചായ കൊടുക്കാൻ നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ അങ്ങനെ ഞാൻ വേഗം തന്നെ ചായ കൊടുക്കാനായിട്ട് ദേ എൻ്റെ സാമ്പാർ കാണുമ്പോൾ എനിക്കൊരു അഭിമാനം തോന്നിയിട്ട് 5 മിനിറ്റ് ഞാൻ എഴുന്നേറ്റ് നിൽക്കും. അതുപോലെ ഉണ്ട് സാമ്പാർ കേട്ടോ. സാമ്പാർ ചേട്ടൻ വെക്കാറാണുള്ള പതിവ്, ഞാൻ വെക്കാത്തതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഈ ഒരു സാമ്പാറിനുള്ളൊരു പ്രമോഷൻ. പിന്നെ ചായ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ദേ നമുക്ക് അവർക്കത് കൊണ്ടു കൊടുക്കുക. അതൊക്കെ കൊടുത്തതിന് ശേഷം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് എന്തുകൊണ്ട് ഇന്ന് കുഞ്ഞപ്പനെ കാണാൻ പോകണം. അയ്യോ സോറി, കുഞ്ഞപ്പനല്ല വേദൂട്ടന.
നമ്മളിപ്പോഴും ഇടയ്ക്ക് കുഞ്ഞപ്പാന്നൊക്കെ വിളിക്കണോണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് നമ്മുടെ വേദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തക്കോ ഈ കാറ് എന്തിയെ, കാറ് ഇപ്പോൾ കാണാറില്ലല്ലോ, ഓടിക്കാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇടയ്ക്കൊക്കെ ഓടിക്കാറുണ്ട്. ഇപ്പോൾ കാറ് ഇതേ നമ്മൾ കടക്കരയിൽ കൊണ്ടുവന്നേക്കണേണ്. കണ്ണനൊരു ആവശ്യത്തിന് കാറ് വേണമെന്ന്, അതുകൊണ്ട് കടക്കരയിൽ കൊണ്ടുവന്നിട്ട്. പിന്നെ നമ്മുടെ ദേ ചെറുക്കനാണെങ്കിൽ ഇപ്പം ഇല്ല, ഇങ്ങനെ മുഖത്തേക്ക് തുണി ഇട്ടിട്ടുള്ള കളിയാണ്. നമ്മൾ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ആളിങ്ങനെ പോണ വഴിക്കൊക്കെ തുണിയാണ് പിടിച്ചുകൊണ്ട് പോണത്. കിലിക്കിട്ടൊന്നും ആൾക്ക് വേണ്ട, പോണ വഴിയിലൊക്കെ പുള്ളീൻ്റെ കയ്യിലൊരു തുണി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഒളിച്ച് കണ്ടേക്കെ പറയുമ്പോഴേക്കും എൻ്റെ മടിയിൽ കിടന്നിട്ട് നല്ല ചിരിച്ച് കളിക്കുകയാണ്. ആൾക്കിങ്ങനെ മടിയിൽ കിടന്നിട്ട് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിലത്ത് കിടത്തുമ്പോഴേക്കും ഞങ്ങൾ കിയോ എന്നും പറഞ്ഞ് കരയും. പിന്നെ ദേ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ വെയിലായിട്ടും എന്നോട് ഇങ്ങനെ പോവാ എന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം കൊണ്ടേക്ക് നടന്നിട്ടാ. അതിന് ശേഷം ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ പറയണം.